സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിനു അധീനമായ ശരീരത്തിൽ നിന്നു എന്നെ ആർ വിടുവിക്കും? ഇതൊരു പാപിയായ മനുഷ്യന്റെ നിലവിളിയല്ല. ഇതു തനിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ നിലവിളിയല്ല. വിശുദ്ധനായ പൗലോസ് എന്ന് വിളിക്കപ്പെടുന്നതായ ദൈവദാസന്റെ നിലവിളിയാകുന്നു. അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അരിഷ്ടതയുള്ളതായ ജീവിതം. നാം അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയുകയില്ല. നാം നാളുകൾ ചെല്ലുംതോറും നശിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. ഒരു നല്ല കുട്ടിയായി ജനിച്ച കുഞ്ഞ് വർഷങ്ങൾ കടന്നുപോകും തോറും പ്രായം ഏറിയേറി വരുന്ന സമയത്ത് പിന്നീട് അവൻ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു. അവൻ്റെ ആരോഗ്യം നശിക്കുന്നു, ശരീരം ശോഷിക്കുന്നു, ശരീരത്തിൽ പലവിധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. ദിനം തോറും നാം നശിച്ചുകൊണ്ടേയിരിക്കുന്നവർ ആകുന്നു. എന്നാൽ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റാൽ മുതൽ ഓടുകയാണ്. ജോലിക്ക് വേണ്ടി പോകുന്നു, സമ്പാദിക്കുവാൻ വേണ്ടി പോകുന്നു, പണം ഉണ്ടാക്കുവാൻ വേണ്ടി പോകുന്നു, പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ധൃതി വെച്ച് നടക്കുന്നു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പറയും, ഇങ്ങനെ പോകുന്നു എന്ന്. എന്താണ് ഇവിടെ? മനുഷ്യന്റെ ജീവിതത്തിന് എത്ര സമ്പാദിച്ചിട്ടും തൃപ്തി ഉണ്ടാകുന്നില്ല. എത്ര ആഹാരം കഴിച്ചിട്ടും അവന് തൃപ്തി വരുന്നില്ല. എന്തെല്ലാം ചെയ്താലും അവന് തൃപ്തിയില്ല. ഒരു യൗവനക്കാരനെ വളർത്തി ആ നിലയിലെത്തിക്കണമെങ്കിൽ മാതാപിതാക്കൾ എത്രമാത്രം കഷ്ടപ്പെടുമെന്നറിയാമോ? ജനിച്ച സമയം മുതൽ ആ കുഞ്ഞിനെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ നോക്കി വളർത്തി. ആ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഡോക്ടറിൻ്റെ അടുക്കൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. സ്കൂളിൽ വിടാൻ പ്രായമാകുമ്പോൾ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊടുത്ത് സ്കൂളിൽ വിട്ട് ഫീസ് കെട്ടി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരു 18 വയസ്സാകുമ്പോൾ അവൻ ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്തതെന്ന്. നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് അവൻ ചോദിക്കാനിടയാകും. ഒരു പയ്യൻ അമ്മയോട് പറയുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ പ്രസവിച്ചു, നൊന്ത് പ്രസവിച്ചില്ലേ മകനെ എന്ന്. കുഞ്ഞിനെ പ്രസവിച്ചത് കൊണ്ട് മാത്രം മകൻ തനിയെ വളരുമോ? മനുഷ്യന് ഇന്ന് നന്ദി ഉണ്ടാകുന്നില്ല, കൃതജ്ഞത ഇല്ല. ഇത് അരിഷ്ടതയുള്ളതായ ജീവിതമാണ്. ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടെന്ന് മനുഷ്യൻ പറയുന്നു. എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ടെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. എന്നാൽ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല അവൻ്റെ ജീവിതം എത്ര നിസ്സാരമായിരിക്കുന്നു എന്ന്. ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ആ കാര്യം മനസ്സിലാക്കും. ഒരു വ്യക്തി തൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ നിലവിളിക്കും, അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഈ മണ്ണായിരിക്കുന്നതായ, ഈ പ്രയോജനമില്ലാത്തതായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പൗലോസ് ഈ വിഷയം എഴുതിയിരിക്കുന്നതായ സമയത്ത് അക്കാലത്ത് റോമിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുകയാണെങ്കിൽ അതിനൊരു ശിക്ഷ ഉണ്ടായിരുന്നു. ഈ കാലത്ത് വധശിക്ഷ എന്നൊക്കെ പറയും, ജീവപര്യന്തം എന്നൊക്കെ പറയും. എന്നാൽ 3-ാമത്തെ ദിവസം ജയിലിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. അത് വേറെ കാര്യമാണ്. എന്നാൽ ആ കാലത്ത് ആരെയെങ്കിലും ഒരാൾ കൊല്ലുകയായിരുന്നു എങ്കിൽ ആ മരിച്ചവൻ്റെ ശരീരത്തെ ആ കൊന്നവൻ്റെ ശരീരവുമായി കൂട്ടിക്കെട്ടിവെക്കാനിടയാവും. ആദ്യത്തെ 2-3 ദിവസം നല്ല സുഗന്ധമായിരിക്കും, അതിനകത്ത് പെർഫ്യൂമും പൂക്കളൊക്കെ വയ്ക്കുമല്ലോ. എന്നാൽ 3 ദിവസം കഴിഞ്ഞ ഒരു ശവത്തിൻ്റെ ദുർഗന്ധം എങ്ങനെയുള്ളതാണെന്നറിയാമോ? ഭയങ്കരമായ ദുർഗന്ധമായിരിക്കും. മറ്റൊരു മൃഗത്തിനും അതുപോലെയുള്ള ദുർഗന്ധം വരികയില്ല. തേളിന് കൊമ്പിലാണ് വിഷം, പാമ്പിന് പല്ലിലാണ് വിഷം, മനുഷ്യന് ശരീരം മുഴുവനും വിഷമാണ്. ആ ശവശരീരം അവൻ്റെ ശരീരത്തിൽ കെട്ടിവെക്കുമ്പോൾ ആ ദുർഗന്ധം സഹിക്കവയ്യാതെ അവൻ വേഗത്തിലോടും. അപ്പോൾ ആ ശവത്തിന് എന്താണ് സംഭവിക്കുന്നത്? ആ ശവശരീരവും അവൻ്റെ ശരീരത്തിൽ കിടന്ന് അടിക്കാനിടയാവും. അപ്പോൾ വീണ്ടും വേഗത്തിലോടുമ്പോൾ ശരീരത്തിലെ ദുർഗന്ധമെല്ലാം വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും അയ്യോ 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 എന്ന് നിലവിളിക്കും. ആരെങ്കിലും അടിച്ചുവിടുകയാണെങ്കിൽ എന്താണ്? അവനെയും അതിൽ കൂട്ടിക്കെട്ടുമെന്നാണ് പറയുന്നത്. പിന്നാരാണ് വിടുവിക്കാൻ വരുന്നത്? അങ്ങനെ അവൻ നിലവിളിച്ച് ഒച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞ് ഓടി ഓടി അവസാനം ആ ദുർഗന്ധം സഹിക്കവയ്യാതെ അവൻ തന്നെ മരിക്കുമെന്നാണ് പറയുന്നത്. അതിനെ ഉപമയായിട്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നാം രക്ഷിക്കപ്പെടുന്നതായ സമയത്ത് നമുക്കൊരു പുതിയ ജീവിതം ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കുന്ന സമയത്ത് പാപം എന്താണെന്ന് അവൻ മനസ്സിലാക്കും, തെറ്റെന്താണെന്ന് അവൻ മനസ്സിലാക്കും. തൻ്റെ മനസ്സാക്ഷിയെ സൂക്ഷിക്കുവാൻ വേണ്ടി അവൻ ആഗ്രഹിക്കും. എന്നാൽ അവൻ എവിടെയായിരിക്കുന്നു? മണ്ണാകുന്ന ശരീരത്തിലായിരിക്കുന്നു. എവിടെയാണ് അവൻ ജീവിക്കുന്നത്? ലോകത്തിൻ്റെ അധികാരിയായിരിക്കുന്ന പിശാചിൻ്റെ കീഴിലാണ് അവൻ ജീവിക്കുന്നത്. ലോകത്തിലുള്ളതായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അതാണ് പറയുന്നത്, ലോകത്തെയും നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തിൽ നിങ്ങൾ ജീവിക്കുക, എന്നാൽ ലോകത്തിൽ നിന്ന് വേർപെട്ട്
പാപത്തിൽ നിന്ന് വേർപെട്ട് എൻ്റെ ജനമായി, ദൈവത്തിൻ്റെ ജനമായി ജീവിക്കാൻ വേണ്ടി കർത്താവ് പറയുന്നു. അതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആത്മാവും ജഡവും തമ്മിൽ ഒരു വലിയ പോരാട്ടം നടക്കുകയാണ്. ജഡമാണെങ്കിൽ പാപത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു, ആത്മാവാണെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ രണ്ട് പോരാട്ടത്തിനും ഇടയിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ് ചിലപ്പോൾ ഇങ്ങനെ നിലവിളിക്കുന്നത്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് പറയുന്നത്. ആത്മാവിന് ആവശ്യമുള്ളത് ആത്മാവിന് കൊടുക്കണം, ശരീരത്തിന് ആവശ്യമുള്ളത് ശരീരത്തിന് കൊടുക്കണം. ശരീരത്തിന് ആവശ്യമുള്ളത് എന്താണ്? ആഹാരം, വസ്ത്രങ്ങൾ. അതുകൊണ്ട് മതിയാകുമോ? എന്തു തിന്നും, എന്ത് കുടിക്കും, എവിടെ സമ്പാദിക്കും, എന്ത് വാങ്ങിക്കും, എവിടെ വസ്തു വാങ്ങിക്കും, എവിടെ നല്ലൊരു ഫ്ലാറ്റ് വാങ്ങിക്കാനിടയാകും, പിന്നെന്തൊക്കെയാണ്? എങ്ങനെ ദുബായിൽ പോകാം, എങ്ങനെ വസ്തുക്കൾ വാങ്ങാം, എങ്ങനെ വാഹനങ്ങൾ വാങ്ങാം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളാണ്. ഇന്നത്തെ മനുഷ്യൻ അങ്ങനെ എത്രയോ ആഗ്രഹങ്ങളാണ്. ഒരു കൊച്ചു പയ്യനെ വിളിച്ച് ചോദിക്കൂ, എന്താണ് മോനെ നിനക്ക് വേണ്ടെന്ന്, നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കൂ. സെൽഫോൺ വേണമെന്ന് പറയും, ചോക്ലേറ്റ് അല്ല. എന്താണ്? ആഹാരം വേണമെന്ന് പറയില്ല, അവൻ ചോറ് കഴിക്കത്തേയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചോറ് കഴിക്കണമെങ്കിൽ സെൽഫോൺ കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ കുട്ടികളെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ശീലിക്കുവാൻ പാടില്ല. അങ്ങനെ ശീലിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കണ്ണിന് പ്രോബ്ലംസ് ഉണ്ടാകും, അതുപോലെ ഡൈജഷൻ പ്രോബ്ലംസ് അവർക്കുണ്ടാകും. നിങ്ങളും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ടി വി കാണരുത്. ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം നമുക്ക് കഴിക്കുവാൻ സാധിക്കും, എന്നാൽ തീറ്റപ്രിയരാകുവാനും ഉറക്കപ്രിയരാകുവാനും പാടില്ല. അവരെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദരിദ്രന്മാരാകുമെന്ന് വേദപുസ്തകം പറയുന്നു. ശരീരത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നാം ചെയ്യുന്നു, ശരീരത്തിനാവശ്യമായ എല്ലാം നാം വാങ്ങിക്കൂട്ടുന്നു, എന്നാൽ ആത്മാവിനെ നാം പരിഗണിക്കുന്നുണ്ടോ? ഒരു വീട്ടിലൊരു കറുത്ത പട്ടിയും ഉണ്ടായിരുന്നു, വെളുത്ത പട്ടിയും ഉണ്ടായിരുന്നു. ആ വീട്ടിലെ യജമാനത്തിക്ക് ആ കറുത്ത പട്ടിയെ ഇഷ്ടമല്ലായിരുന്നു, വെളുത്ത പട്ടിയായിരുന്നു ഒരുപാട് ഇഷ്ടം. എല്ലാ ദിവസവും വെളുത്ത പട്ടിക്ക് നല്ല മാംസാഹാരവും ഭക്ഷണമെല്ലാം കൊടുക്കുന്നു. അങ്ങനെ നല്ല നല്ല ഭക്ഷണങ്ങൾ അതിന് കൊടുക്കുന്നു. എന്നാൽ ഈ കറുത്ത പട്ടിക്കാണെങ്കിൽ ബാക്കി വരുന്ന കഞ്ഞിവെള്ളമുണ്ടെങ്കിൽ അതാണ് കൊടുക്കുന്നത്. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ ഈ കറുത്ത പട്ടി എങ്ങനെയായിരിക്കും? മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നത് കാണാം. അപ്പോൾ വെളുത്ത പട്ടി എങ്ങനെയിരിക്കും? നല്ല തടിച്ചു ഉരുണ്ട് കൊഴുത്തിരിക്കുന്നത് കാണാം. രണ്ടുപേരും തമ്മിൽ കടിയുണ്ടാക്കുകയാണെങ്കിൽ ആരാണ് ജയിക്കുന്നത്? ആരാണ്? വെളുത്ത പട്ടിയായിരിക്കും. നമുക്ക് വെളുത്ത പട്ടി ശരീരവും കറുത്ത പട്ടി ആത്മാവുമാകുന്നു. കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നോ നിങ്ങൾ? വെളുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നോ? വെളുത്ത പട്ടിക്ക് മാംസവും അതുപോലെ കോഴിമുട്ടയും, വെളുത്ത പട്ടിക്ക് ഹോർലിക്സ്, ബൂസ്റ്റ്, ചായ, പാല്, ഷാംപൂ, അങ്ങനെ എല്ലാം കൊടുക്കുന്നത് കാണാം. സമൃദ്ധിയായി അങ്ങനെ വെളുത്ത പട്ടിക്ക് വേണ്ടി കൊടുക്കുന്നു. എന്നാൽ കറുത്ത പട്ടിയുടെ കാര്യം എന്താണ്? ഞായറാഴ്ച ആകുമ്പോൾ ദേവദാസൻ കുറച്ച് കഞ്ഞി ഒഴിച്ച് കൊടുത്തെങ്കിൽ ആയി. ഓ യേശുവേ! ബൈബിൾ വായിക്കുകയില്ല, വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയില്ല, ഞായറാഴ്ച ചർച്ചിൽ വരുമ്പോൾ മാത്രം യേശുവേ, ഓ ജീവൻ രക്ഷപ്പെട്ടു. ആ ഒറ്റ ദിവസം വളരെ ഭക്തിയാണ്. വീണ്ടും തിങ്കളാഴ്ച മുതൽ വീണ്ടും പഴയതുപോലെ തന്നെയാണ്. എന്താണ്? ശരീരത്തിൻ്റെ കാര്യത്തിൽ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവ് ബലമുള്ളതായിരിക്കണമെങ്കിൽ ആത്മാവിൻ്റെ നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവ് ബലപ്പെടും. കർത്താവിനെ സ്തുതിക്കുമ്പോൾ ആത്മാവ് സന്തോഷിക്കുവാനിടയാകും. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അവൻ്റെ വാക്യങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതായ സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് കർത്താവ് പറയാനിടയായി. നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ വിടുന്നു, അവർക്ക് ഫീസ് കൊടുക്കുന്നു, നല്ല നല്ല ബുക്കും പുസ്തകങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും അവർക്ക് നല്ലതായി ചെയ്തു കൊടുക്കുന്നു. എന്നാൽ അവരെ സൺഡേ സ്കൂളിൽ പോലും ചില ആളുകൾ വിടുകയില്ല. ദിവസവും സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് അവരെ അയക്കുകയില്ല. അവർക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയില്ല. ചെറുപ്പം മുതൽ തന്നെ കണ്ണുകൾ അടയ്ക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊന്നും അവർക്ക് പഠിപ്പിച്ച് കൊടുക്കുകയേയില്ല. പിന്നെന്താണ് ചെയ്യുന്നത്? ഫോൺ നോക്കുക, ടി വി കാണുക, ഗെയിം കളിക്കുക. മാതാപിതാക്കൾ എന്താണ് പറയുന്നത്? ഞങ്ങളെ ശല്യം ചെയ്യാൻ നിങ്ങൾ വരരുത്, നിങ്ങൾ പോയി കളിക്കുക, ടി വി കണ്ടുകൊള്ളൂ എന്ന് പറയും. അവസാനം ടി വിയിലേക്ക് തന്നെ കുഞ്ഞുങ്ങൾ പോകാനിടയാകും. എന്താണ്? നിങ്ങളുടെ കുട്ടികൾക്ക് ആത്മീയ ആഹാരം കൊടുക്കൂ, നിങ്ങളും ആത്മീയ ആഹാരം ഭക്ഷിക്കൂ. പൗലോസ് എന്താണ് പറയുന്നത്? മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയാകുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന, ശരീരം ഇഷ്ടപ്പെടുന്നതായ സകല കാര്യങ്ങളും വാങ്ങുകയാണെങ്കിൽ, ശരീരത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാം ചെയ്യുകയാണെങ്കിൽ ആത്മാവിനെ നാം ദുഃഖിപ്പിക്കുകയാകുന്നു ചെയ്യുന്നത്. സെന്റ് ഫ്രാൻസിസ് എന്ന ഭക്തൻ തൻ്റെ ശരീരത്തെ കഴുത എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ശരീരത്തിൽ ക്ഷീണിച്ച് കിടക്കുകയാണെങ്കിൽ കഴുത എഴുന്നേൽക്കൂ, നിനക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം ഇപ്പോൾ എന്ന് തന്നെ അടിക്കുമായിരുന്നു. നിങ്ങളെ തന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ മറ്റുള്ളവരെ അല്ലാതെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എല്ലാവരെയും നാം വഴക്ക് പറയും. ബുദ്ധിയില്ല, വിവരമില്ല, നിനക്ക് മടിയാണ് എന്നൊക്കെ പറയും. എന്നാൽ നിനക്ക് മടിയാണോ? എഴുന്നേൽക്കൂ,
എന്ന് പറഞ്ഞ് നിന്നെ തന്നെ നീ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ? നിന്റെ ശരീരത്തെ നീ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിനെ നിനക്ക് സന്തോഷിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ഈ ശരീരം നമ്മെ എപ്പോഴും താഴേക്ക് പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. നമ്മെ വീഴ്ത്തിക്കളയുന്നതിന് വേണ്ടി ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മണ്ണിൽ നിന്ന് വന്നതിനാൽ മണ്ണ് നമ്മെ എപ്പോഴും ആകർഷിക്കുന്നു. ലോകത്തിലെ പാപം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആകർഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു വ്യക്തി ജീവിക്കണമെങ്കിൽ അതൊരു വലിയ പോരാട്ടമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കയറ്റത്തിൽ കയറി ഇറങ്ങിയിട്ട് നിരങ്ങി വരുന്നത് പോലെയുള്ള അനുഭവമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കയറിൽ കൂടി നടക്കുന്ന ഒരു അനുഭവമാണ്. കയറിൽ കൂടി നടക്കുന്നവനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണത്? ഒരു വലിച്ചു കെട്ടിയ കയറിൽ കൂടി നടക്കണമെങ്കിൽ അദ്ദേഹം നടക്കുന്ന സമയത്ത് അത് വീഴാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യുമെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ? അവൻ്റെ നോട്ടം എവിടെയാണ്? അവൻ്റെ നോട്ടം ആ ലക്ഷ്യസ്ഥാനത്താണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ല. ആരെങ്കിലും ചിരിച്ചെന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കിയാൽ താഴെ വീഴുവാൻ ഇടയാകും. എന്താണ്? അവൻ ലക്ഷ്യത്തിലേക്ക് നോക്കി നടക്കും. അതുപോലെ അവനൊരു വടി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആ വടി കൊണ്ട് അവൻ എന്താണ് ചെയ്യുന്നത്? ശരീരത്തെ ബാലൻസ് ചെയ്യും. നാം ദൈവവചനവുമായി നമ്മുടെ ജീവിതത്തെ ബാലൻസ് ചെയ്തുകൊണ്ട് മുൻപിൽ വച്ചിരിക്കുന്ന ലക്ഷ്യത്തെ നോക്കി നാം ഓടേണ്ടത് ആവശ്യമാകുന്നു. അതാണ് പറയുന്നത്. കർത്താവ് തന്റെ മുൻപിൽ വച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നോക്കി ഓടി വിജയിക്കുവാനിടയായി. മരണം വരെ വിശ്വസ്തനായിരിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ജീവകിരീടം നൽകുമെന്ന് അവൻ പറഞ്ഞു. അതാണ് വിശുദ്ധനായ പൗലോസ് തന്റെ അന്ത്യനാളുകളിൽ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നല്ല പോർ പൊരുതി വിശ്വാസം കാത്തു, ഇതാ ജീവകിരീടം എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നു എന്ന് പറയുവാൻ ഇടയായത്. നമുക്ക് വേണ്ടി ജീവകിരീടം ഒരുക്കി വച്ചിരിക്കുന്നു. ഇന്നുള്ളതായ ക്രിസ്തീയ ജീവിതം ഇടയ്ക്ക് വീണുപോകുന്ന തരത്തിലാണ്, പിന്മാറിപ്പോകുന്നതായ തരത്തിലാണ്. എത്രയോ ആളുകൾ ഇന്ന് വിശ്വാസികൾ വഴുതി വീഴുവാൻ ഇടയാകുന്നുണ്ട്. അവിശ്വാസികളായി മാറിപ്പോകുന്നുണ്ട്. നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് മാറുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും ദുരാത്മാവ് വിട്ടുപോയതിനു ശേഷം, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം എല്ലാം കഴിഞ്ഞുപോയി എന്ന് ചിന്തിക്കരുത്. എപ്പോഴാണോ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്, കർത്താവിന് വേണ്ടി നിങ്ങൾ ജീവിക്കുവാൻ തീരുമാനിക്കുന്നത്, അന്നു മുതൽ നിങ്ങൾ ആത്മീയ വിഷയത്തിൽ മാത്രം മനസ്സ് വയ്ക്കണം. ആത്മീയമായി നിങ്ങൾ ബലപ്പെടേണ്ടതിനായി, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം നിറയ്ക്കുന്നതിനായി നിങ്ങൾ ആഗ്രഹിക്കണം. അല്ല എങ്കിൽ നിങ്ങളെ വിട്ടുപോയ ആ ദുരാത്മാവ് വീണ്ടും വരുമെന്നാണ് പറയുന്നത്. 30 വർഷം ഞാനിവിടെ താമസിച്ചിരുന്നു, 20 വർഷം ഈ മനുഷ്യനെ ഞാൻ ഉപയോഗിച്ചതാണ്, ഇവന്റെ ജീവിതത്തെ ഞാൻ നശിപ്പിച്ചതായിരുന്നു, ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് അറിയേണ്ടതിന് വേണ്ടി ഒന്ന് നോക്കിക്കളയാം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഹൃദയം അടിച്ച് വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെക്കാൾ ശക്തിയുള്ളതായ വേറെ 7 പിശാചുക്കളെയും കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായി സുവിശേഷം കേൾക്കുന്ന ആളുകളെ രക്ഷിക്കപ്പെടുത്തുന്നത് എളുപ്പമാണ്. ചെറുപ്പം മുതലേ വചനം കേട്ടിട്ട് ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നവരെ രക്ഷിക്കപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം യേസന്ന എന്ന ദേവദാസിനെ കുറിച്ച്. അദ്ദേഹം ഒരുപാട് കഥകൾ പറയുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ഒരു ഗ്രാമത്തിൽ ഒരു അലക്കുകല്ല് ഉണ്ടായിരുന്നു. അലക്കുകാരൻ കൊണ്ട് തുണിയൊക്കെ അലക്കുന്നതായിട്ടുള്ള കല്ല്. ആ കല്ലിൻ്റെ അടിയിൽ കുറെ തവളകൾ ജീവിച്ചിരുന്നു. അവിടെ ഒരു ദിവസം ഒരു പുതിയ തവള വരുവാൻ ഇടയായി. അലക്കുകാരൻ തുണിയൊക്കെ ആയിട്ട് വന്നിട്ട് ശക്തമായിട്ട് തുണി അലക്കിയ സമയത്ത് അകത്തിരുന്ന പുതിയ തവള ഞെട്ടുവാൻ ഇടയായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പഴയ തവളകൾ പറയുകയാണ്, മോനെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അവൻ അങ്ങനെ ഒരു മണിക്കൂർ വന്നിട്ട് തുണി അലക്കും, അവൻ കുറച്ച് കഴിഞ്ഞങ്ങ് പോകും, ഇതൊന്നും നമ്മെ ബാധിക്കുകയില്ല. ഇതുപോലെ ഒരുപാട് അലക്കുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതൊന്നും നമ്മെ ബാധിക്കത്തേയില്ല. പുതിയ തവള അത് കേട്ട് ഭയന്ന് വിറച്ചിരിക്കുകയാണ്. അതിൻ്റെ ഹൃദയത്തിൽ തൊടുന്നുണ്ട്. എന്നാൽ പഴയ തവളയെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മൾ എന്നും കാണുന്നത്, ഇതൊന്നും നമ്മെ തൊടുകയില്ല എന്ന രീതിയിലിരിക്കുകയാണ്. ഇതുപോലുള്ള മീറ്റിംഗിൽ ഒരു പുതിയ തവള വന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക. ദേവദാസൻ പ്രസംഗിക്കുമ്പോൾ നീ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ, അയ്യോ നരകത്തിൽ പോകുമോ? പഴയ തവളകൾ എന്ത് പറയുമെന്നറിയാമോ? ദേവദാസനല്ല, ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ, കുറച്ചു നേരം പറഞ്ഞിട്ട് തന്നെ പോയിക്കോളും. എന്താണ്? യേശുക്രിസ്തു വരാൻ പോവുകയാണ്, നിങ്ങൾ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ, അയ്യോ യേശുക്രിസ്തു വരാൻ പോവുകയാണോ? പുതിയ ആളുകൾ അങ്ങനെ മനസ്സിനെ ഒരുക്കുന്ന സമയത്ത് പഴയ ആളുകൾ, ഞങ്ങളിത് പണ്ട് മുതലേ കേൾക്കുന്ന കാര്യമാണ്. എന്താണ്? ഈ കാലത്ത് ക്രിസ്തീയ വിശ്വാസിയുടെ ഹൃദയം ഇതുപോലെ പാറയായി പോയിരിക്കുന്ന അവസ്ഥയാണ്. അവർക്കിത് ശീലമായി മാറിയിരിക്കുകയാണ്. അവരുടെ മനസ്സാക്ഷി പ്രവർത്തിക്കുന്നതേയില്ല. എപ്പോഴാണോ നിന്റെ മനസ്സാക്ഷി പ്രവർത്തിക്കുന്നത്, അപ്പോൾ നിങ്ങൾ നിലവിളിക്കും, അയ്യോ എന്ന് കർത്താവിന് മുൻപിൽ നിലവിളിക്കും. യെശയ്യാ പ്രവാചകനെക്കുറിച്ച് നമുക്കറിയാൻ കഴിയും. അവൻ ഇപ്രകാരം നിലവിളിക്കുകയുണ്ടായി, നിങ്ങൾക്ക് കഷ്ടം, അയ്യോ നിങ്ങൾക്ക് കഷ്ടം, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും മദ്യപാനികളെ നിങ്ങൾക്ക് കഷ്ടത എന്ന് പറഞ്ഞ് ദൈവാലയത്തിലേക്ക് പോകാനിടയായി. ദൈവാലയത്തിലേക്ക് ചെന്ന സമയത്ത് ദൈവാലയത്തിലെ സിംഹാസനത്തിൽ
ഇരിക്കുന്നതായ ദൈവത്തിന്റെ ദർശനം കാണുവാനിടയായി. അവന്റെ വസ്ത്രം ആലയത്തിൽ മുഴുവൻ ഒഴുകി നടക്കുന്നു. കെരൂബുകൾ അവനെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് വാഴ്ത്തുന്നത് കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? അയ്യോ, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു എന്ന് പറയാനിടയായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ നിലവിളിക്കുവാനിടയായി. എപ്പോഴാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നത്, അവന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ അശുദ്ധിയുള്ള അധരമുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എൻ്റെ അധരവും അതുപോലെ നശിച്ചിരിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ തന്നെ നാം അവിശ്വാസികളോടൊപ്പം കൂട്ടുകൂടുന്നു, അവരോടൊപ്പം നടക്കുന്നു, അവരോടൊപ്പം തന്നെ നാം സഹകരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ നാം സൂക്ഷിക്കുന്നില്ലെങ്കിൽ അവരുടെ പെരുമാറ്റവും സംസാര രീതിയും വാക്കുകളും എല്ലാം തന്നെ ഹൃദയത്തിലേക്ക് നാം അറിയാതെ തന്നെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, നാം പോകുന്ന സമയത്ത് സിനിമ പാട്ട് കേൾക്കുമ്പോൾ, വഴിയിൽ കൂടി സിനിമ പാട്ട് കേൾക്കുമ്പോൾ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ നാം അറിയാതെ തന്നെ എന്താണ് സിനിമ പാട്ടൊക്കെയാണ് പാടുന്നതെന്ന് ഭാര്യ ചോദിക്കുമ്പോൾ എന്താണ്, അയ്യോ ഞാൻ പാടിയ എപ്പോൾ, നാം അറിയാതെ തന്നെ പാടുകയാണ്. ആ പാട്ടിന്റെ ട്യൂൺ അറിയാതെ തന്നെ മനസ്സിലേക്ക് പോവുകയും അറിയാതെ വെളിയിലേക്ക് വരികയും ചെയ്യുന്നു. നിന്റെ ഹൃദയത്തെ നിങ്ങൾ സൂക്ഷിക്കുക, എല്ലാത്തിനേക്കാളും ഉപരിയായി ഹൃദയത്തെ ജാഗ്രതയോടെ സൂക്ഷിക്കുക എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് എപ്പോഴാണോ ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വരുന്നത്, ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് വരുന്നത്, അപ്പോൾ അവന്റെ സ്ഥിതിയെ അവന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അകൃത്യത്താലും പാപത്താലും മരിച്ചതായ വ്യക്തികൾക്ക് പാപത്തിന്റെ ഭാരം മനസ്സിലാകില്ല, നിങ്ങൾക്കറിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എപ്പോഴാണോ ആ ഭാരം നിങ്ങളിലേക്ക് നൽകുന്നത്, നിങ്ങൾ അറിയാതെ തന്നെ അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുവാനിടയാകും. അപ്പോൾ നിങ്ങൾക്ക് ബോധമുണ്ടാകും, അയ്യോ ഞാനൊരു വ്യഭിചാരിയാണ്, കർത്താവേ ഞാൻ മോഷ്ടാവാണ്, കർത്താവേ ഞാൻ കള്ളം പറയുന്നു, കർത്താവേ ഞാൻ നിനക്ക് എതിരായിട്ട് പാപം ചെയ്തിരിക്കുന്നു എന്ന് നിലവിളിക്കും. ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പശ്ചാത്തപിക്കുവാനിടയായി. കർത്താവേ, എൻ്റെ പാപങ്ങളെല്ലാം നീ കഴുകണമേ, എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയരുതേ. കർത്താവേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ നൽകണമേ. ഹോമയാഗങ്ങളിൽ നിനക്ക് പ്രസാദമില്ല, ആടുകളിലും മാടുകളിലും പ്രസാദിക്കുന്ന ദൈവമല്ല, നിന്റെ പ്രസാദം നുറുങ്ങിയിരിക്കുന്നതായ ഹൃദയമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ച് കർത്താവിനോട് പശ്ചാത്തപിച്ച് അപേക്ഷിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിട്ടവൻ മാറുകയും ചെയ്തു. ഈ ദിവസം തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണ്, അത് മറച്ചുവെക്കുന്നത് വലിയ പാപമാണ്. നീ അത് ഏറ്റുപറയുകയാണെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, കർത്താവ് പറഞ്ഞു, ഞാൻ പോയിട്ട് കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയക്കാം, എൻ്റെ ഉപദേശങ്ങളെ അവൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ച് തരും. പരിശുദ്ധാത്മാവ് പുതിയ ഉപദേശങ്ങൾ നൽകില്ല. പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്താണ്? കർത്താവ് പറഞ്ഞ ഉപദേശങ്ങളെ നമുക്ക് ഓർമ്മിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 16:8 വാക്യം. അവൻ വന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പാപത്തെക്കുറിച്ച് അവൻ നിനക്ക് ബോധം വരുത്തും, നിന്റെ സ്ഥിതിയെ നിനക്ക് മനസ്സിലാക്കി തരും, നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാനിടയാകും, നിന്റെ അകത്തെ അവസ്ഥയെക്കുറിച്ച് നീ മനസ്സിലാക്കും. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ നീതിയുടെ മഹത്വം നാം അറിയുമ്പോൾ മാത്രമേ നാം എത്രമാത്രം പാപികളാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയൂ. ദൈവത്തിന്റെ നീതി എന്താണ്, അവന്റെ വിശുദ്ധി എന്താണ്, അവന്റെ വിശ്വസ്തത എങ്ങനെയാണ് എന്ന് പറഞ്ഞ ദൈവത്തെക്കുറിച്ച് അവൻ നമുക്ക് ബോധ്യം വരുത്തിത്തരും. ആ ദൈവത്തിന്റെ മുൻപിൽ നാം എത്രമാത്രം നിസ്സാരമാണെന്ന് നമ്മെക്കുറിച്ച് തന്നെ അവൻ നമുക്ക് ബോധ്യം വരുത്തിത്തരികയും ചെയ്യും. ദൈവത്തിനെ നീ ദുഃഖിപ്പിക്കുകയാണെങ്കിൽ, അവൻ്റെ വചനപ്രകാരം നീ ജീവിക്കുന്നില്ല എങ്കിൽ നിനക്ക് ന്യായവിധിയുണ്ട്. ന്യായവിധിയുണ്ട്. ക്രിസ്ത്യ ജീവിതം ഒരിക്കലും തമാശയല്ല. നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന സകലത്തിനും നമുക്ക് ദൈവത്തോട്, അത് നല്ലതാണെങ്കിലും ശരി തീയതാണെങ്കിലും ശരി, ദൈവത്തോട് നമുക്ക് കണക്ക് ബോധിപ്പിക്കണം. നീ പാപം ചെയ്യുമ്പോൾ ഞാൻ മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് ഞാനും നിന്നെപ്പോലെയുള്ളവനാണെന്ന് നീ വിചാരിക്കുന്നുവോ? എന്താണ് നാം എന്തെല്ലാം ചെയ്തിട്ടും കർത്താവ് എങ്ങനെയാണ്? മൗനത്തോടെ ഇരിക്കുകയാണ്. ഭോഷ്ക് പറയുന്നവന്റെ നാവ് ഞാൻ മുറിച്ചു കളയുമെന്ന വചനത്തിൽ പറയുന്നുണ്ട്. നോക്കൂ, ഇവിടെ ഭോഷ്ക് പറയുന്നവരുടെ നാവ് കർത്താവ് ഇന്ന് മുറിച്ചു കളയുകയാണെങ്കിൽ എത്ര നാവുകൾ ഇവിടെ ഉണ്ടായിരിക്കും ബാക്കി? അവൻ നമ്മോട് ദീർഘക്ഷമ കാണിക്കുകയാണ്, നമുക്കവൻ വീണ്ടും അവസരങ്ങൾ നൽകുകയാണ്. അതിനെ നാം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ തൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ന്യായവിധിയുണ്ട്. നിനക്ക് മനുഷ്യരെ പറ്റിക്കുവാൻ കഴിയും. ചില ആളുകളെ എക്കാലത്തും നിനക്ക് പറ്റിക്കാൻ കഴിയും. എന്നാൽ എക്കാലത്തും എല്ലാവരെയും പറ്റിക്കുവാൻ നിനക്ക് കഴിയുകയില്ല. ഒരുപക്ഷെ നീ എല്ലാവരെയും പറ്റിക്കുന്നു എങ്കിലും നിന്നെ സൃഷ്ടിച്ചതായ സൃഷ്ടികർത്താവിനെ നിനക്ക് പറ്റിക്കാൻ കഴിയില്ല. ദാവീദ് പറയുന്നു, എൻ്റെ നടപ്പും കിടപ്പും ഞാൻ ഇരിക്കുന്നതും
ഞാൻ എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഒന്ന് ചിന്തിക്കൂ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മുതൽ എത്ര പ്രാവശ്യം നിങ്ങൾ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന്. എണ്ണമുണ്ടോ? എണ്ണമില്ല. എന്നാൽ ആരുടെ കയ്യിലാണ് എണ്ണമുണ്ട്? നിങ്ങൾ എവിടെയാണ് ഇരുന്നത്? ആരോടൊപ്പമാണ് ഇരുന്നത്? പരിഹാസികളോടൊപ്പം നിങ്ങൾ ഇരുന്നോ? ടിവിയുടെ മുൻപിലാണോ ഇരുന്നത്? കൂട്ടുകാരോടൊപ്പമാണോ ഇരുന്നത്? ചന്തയിലാണോ ഇരുന്നത്? വഴിയിലാണോ ഇരുന്നത്? എല്ലാം നോക്കി എണ്ണമെടുത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒരു വാക്ക് എൻ്റെ വായിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ വാക്കിനെ നീ അറിയുന്നു. എന്താണ്? ഞാൻ ഇരുട്ടിൽ പോയിരുന്നാലും ഇരുട്ട് പോലും നിനക്ക് മറവായിട്ട് ഇരിക്കുന്നില്ല. എന്താണ്? ദൈവത്തെ മറിച്ച് നമുക്കൊന്നും തന്നെ ചെയ്യുവാൻ കഴിയുകയില്ല എന്നതാണ് സത്യം. നാം പറയും, ഇപ്പോൾ വേണ്ട, പിന്നെ പറയാം. എന്താണ്? ചർച്ചിൽ മാത്രമേ ദൈവമുള്ളൂ? വീട്ടിൽ ഇല്ലേ? ഇവിടെ വെച്ചല്ല, ഇവിടെ സഭയാണ്, ഇവിടെ പറയാൻ പാടില്ല, പിന്നെ പറയാം. എന്നാൽ വചനത്തിൽ പറയുന്നു, നിന്റെ ശരീരമാണ് ആലയമെന്ന്. ദൈവത്തിന്റെ ആലയം എന്താണ്? നിങ്ങൾ തന്നെയാകുന്നു എൻ്റെ ആലയമെന്ന് അവൻ പറയുന്നു. എന്താണ്? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നശിപ്പിക്കുകയാണെങ്കിൽ, ആരെങ്കിലും എൻ്റെ മന്ദിരത്തെ നശിപ്പിച്ചാൽ അവനെ ഞാൻ നശിപ്പിക്കും. എന്താണ്? ഈ കാലത്ത് നോക്കുകയാണെങ്കിൽ എയ്ഡ്സ് രോഗം, എത്രയോ ശാരീരികമായ രോഗങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ ക്യാൻസർ രോഗം. ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്? മനുഷ്യൻ ശരീരത്തെ തന്നെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് നാം മനസ്സിലാക്കിയാൽ നാം ശരീരത്തെ നോക്കുവാനിടയാകും. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ? ഞാൻ ദൂരസ്ഥനാകുന്ന ദൈവമല്ലയോ? ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്നാണ് പറയുന്നത്. എവിടെ നമുക്ക് ഒളിക്കുവാൻ കഴിയും? മനുഷ്യന്റെ മുൻപിൽ നമുക്ക് മറയ്ക്കുവാൻ കഴിയുമായിരിക്കും. എന്നാൽ നമ്മെ കാണുന്നതായ ദൈവത്തിന്റെ, നമ്മുടെ അന്തരംഗങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ മുൻപിൽ മറയ്ക്കാൻ കഴിയില്ല. നിന്റെ തന്നിഷ്ടപ്രകാരം ജീവിക്കുകയാണെങ്കിൽ നാളെ ദൈവത്തിന്റെ മുൻപിൽ നിനക്ക് അതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ടതായി വരും. ഏറ്റു പറയുന്നത് മനുഷ്യന് വളരെ ബുദ്ധിമുട്ടാണ്. കൊച്ചുകുട്ടികളെ നോക്കൂ, സോറി പറയാൻ പറഞ്ഞാൽ 3-4 വയസ്സുള്ള കുട്ടികളോട് സോറി പറയാൻ പറഞ്ഞാൽ എന്താണ്? അടിക്കുകയാണെങ്കിൽ നിലവിളിക്കും, അല്ലാതെ സോറി മാത്രം പറയത്തില്ല. എല്ലാം കഴിഞ്ഞിട്ട് സോറി. എന്താണ്? ചെയ്യുന്ന തെറ്റ് സമ്മതിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ നീ ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾ പഠിക്കണം. എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ 3 വാക്കുകളുണ്ട്. ഐ ആം സോറി, ഐ ആം റോങ്, എക്സ്ക്യൂസ് മീ. ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കുക. എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾ ആ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ, മക്കളോട് സംസാരിക്കുമ്പോൾ അത് ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിൽ സമാധാനമുണ്ടാകും. എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സോറി കേട്ടോ. എന്താണ്? എന്ന് ചോദിക്കുകയാണെങ്കിൽ സോറി കേട്ടോ. നിനക്ക് ബുദ്ധിയില്ലേ? ശരി കേട്ടോ. നിനക്ക് നാണമില്ലേ വെറുതെ ചിരിക്കുന്നത്? ശരിയാണ്, നാണമില്ല കേട്ടോ. അങ്ങനെ എത്ര നേരം നിങ്ങളെ വഴക്ക് പറയാനിടയാവും? തീർച്ചയായും അവനും ചിരിക്കാനിടയാകും നിങ്ങളോടൊപ്പം. അതല്ലാതെ അവൻ എന്താണ് ചോദിച്ചപ്പോൾ എന്താണ്? നിങ്ങളെ വഴക്കുണ്ടാക്കുന്നത് പിശാചിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവൻ നിങ്ങളെ വഴക്കുണ്ടാക്കുന്നതിന് വേണ്ടി അടുത്ത് നിന്ന് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ജാഗ്രത. താഴ്മയോടെ ഇരിക്കുകയാണെങ്കിൽ സമാധാനം. പരിശുദ്ധാത്മ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സമാധാനത്തോടെയായിരിക്കും. അദ്ദേഹം ക്ഷീണിച്ചു വന്നിരിക്കുന്നു. നിങ്ങൾക്കും ക്ഷീണമുണ്ടല്ലോ. ഭർത്താക്കന്മാർ പറയാറുണ്ട്, ഞങ്ങൾ ക്ഷീണിച്ചാണ് വന്നത്. ഒരു വീട്ടുകാരിയെ നോക്കുകയാണെങ്കിൽ രാവിലെ മുതൽ എഴുന്നേറ്റ് വീട് തുടച്ച് അടിച്ചു വാരി, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി, ഭക്ഷണം ഉണ്ടാക്കി, വസ്ത്രം അലക്കി, ഇങ്ങനെ ഭാര്യമാർ ചെയ്യുന്ന പണികളെല്ലാം ഭർത്താവ് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും അവരോട് സഹതാപം കാണിക്കാനിടയാകും. എന്നാൽ ഇന്നെന്താണ്? ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നാണ് ഭർത്താവ് പറയുന്നത്. എന്താണ്? വീട്ടിലിരിക്കുന്ന ഭാര്യ എത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് അവൾ ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ ഭർത്താവിന്. രണ്ടുപേരും തമ്മിൽ നല്ല ഒത്തൊരുമ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഏതെങ്കിലും അന്യഭാഷയിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ വിചിത്രമായ രീതിയിൽ നിങ്ങൾ വൈകാരികമായി പ്രവർത്തിക്കുന്നു, അതൊന്നുമല്ല. പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. എപ്പോൾ എന്ത് സംസാരിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരും. ഓരോ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന് അവൻ നമ്മെ പഠിപ്പിക്കും. അതുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകുവാനിടയാകും. നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കും, മറ്റുള്ളവരെ പണിയുന്ന വ്യക്തികളായിരിക്കും, അല്ലാതെ അവരെ നാം ഒരിക്കലും നശിപ്പിക്കുന്നവർ ആയിരിക്കുകയില്ല. എപ്പോഴാണോ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുന്നത്, അവൻ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നമ്മെ നടത്തും. ഈ ജഡശരീരം നമ്മെ താഴ്ത്തുവാൻ ശ്രമിക്കും, നമ്മെ പാപത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി ശ്രമിക്കും, ശോധനയിലേക്ക് അകപ്പെടുത്തും, പല രീതിയിൽ നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടി അത് ശ്രമിക്കും. എന്നാൽ പൗലോസിനെ പോലെ നാമും ദൈവസനെ നിലവിളിക്കുകയാണെങ്കിൽ, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമുക്ക് വായിക്കാം റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല.
ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നിന്നെ വിടുവിക്കുന്നത് ആരാണ്? ഒരു വ്യക്തിയും ഒരു ഡോക്ടറും നിന്നെ വിടുവിക്കുകയില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമുക്ക് വിടുതലുള്ളത്. അവൻ്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തുന്ന സമയത്ത് അനായാസേന നമുക്ക് ബലം നേടുവാൻ കഴിയുന്നതാണ്. ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ ജയിക്കുവാൻ കഴിയും. ഭക്തനായ ഇയ്യോബ് പറയുന്നു, എൻ്റെ കണ്ണുമായി ഞാൻ നിബന്ധന ചെയ്തിരിക്കുന്നു, കന്യകയെ ഞാൻ എങ്ങനെ നോക്കും? എൻ്റെ കണ്ണു ഞാൻ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്നു, എൻ്റെ ശരീരത്തെ ഞാൻ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ ഉള്ളതുകൊണ്ട് ഞാൻ പാപം ചെയ്യില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും തന്നെ പാപം ചെയ്യില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അബദ്ധത്തിൽ പാപത്തിലോ തെറ്റിലോ വീഴുകയാണെങ്കിൽ അന്ന് ദാവീദ് നിലവിളിച്ചതുപോലെ നിലവിളിക്കാനിടയാകും. പ്രാർത്ഥിക്കും, ദൈവസന്നിധിയിൽ കരയും, കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടേണ്ടതിനു വേണ്ടി അപേക്ഷിക്കും. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവൻ്റെ സാക്ഷിയായി ജീവിക്കുകയും ചെയ്യും. നാം ക്രിസ്തുവിൽ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം നിറയപ്പെടുന്ന സമയത്ത് പാപത്തെ ജയിക്കുവാൻ കഴിയും, ലോകത്തിൻ്റെ ആശകളെ ജയിക്കുവാൻ കഴിയും. പാപലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ! എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കും. പിശാചിന്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കും. ബന്ധനത്തിൽ നിന്ന് എന്നെ അവൻ വിടുവിക്കും. രോഗത്തിൽ നിന്ന് എന്നെ അവൻ വിടുവിക്കും. എൻ്റെ ശോധനകളിൽ നിന്ന് എന്നെ അവൻ വിടുവിക്കും. എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ അവൻ വിടുവിക്കും. ഈ ലോകത്തിൻ്റെ പോരാട്ടത്തിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ ജയിക്കുവാൻ ശക്തി നൽകുമെന്നത് യഥാർത്ഥമായിട്ടുള്ളതായ സാക്ഷ്യമാണ്. ആ ജയജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എന്നോട് ക്ഷമിക്കണമേ, എന്നെ എഴുന്നേൽപ്പിക്കണമേ, എനിക്ക് പുതിയ ഒരു ജീവിതം നൽകണമേ. ആ നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ നീ എഴുന്നേൽപ്പിച്ച് ആ ഉറപ്പുള്ള പാറയിൽ എന്നെ നിർത്തേണമേ. വീണു പോകാതെ, വഴുതി പോകാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് നൽകണമേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ നോക്കണമേ. നിനക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ആഗ്രഹമുണ്ടെന്നാൽ ജീവിക്കുവാൻ കഴിയുന്നില്ല കർത്താവേ. ആത്മീയമായി ദിനംതോറും വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ഞങ്ങളുടെ ജഡശരീരം ഞങ്ങളെ തളർത്തിക്കളയുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ നീ നിറയ്ക്കണമേ. ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഞങ്ങളെ നീ വിടുവിക്കണമേ. ആരൊക്കെയാണോ ദുഃഖത്താൽ വന്നിരിക്കുന്നത്, ആരൊക്കെയാണോ രോഗത്താൽ വന്നിരിക്കുന്നത്, ആരുടെയൊക്കെ ജീവിതത്തിലാണോ പിശാചിന്റെ ബന്ധനങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ തന്നെ നീ വിടുതൽ കൊടുക്കുമാറാകണമേ കർത്താവേ. അവരുടെ കണ്ണുകളെ നീ തുറക്കണമേ. ഇതാ യേശുക്രിസ്തു എന്നെ വിടുവിച്ചിരിക്കുന്നു എന്ന് നിന്റെ സാക്ഷിയായി ജീവിക്കാൻ സഹായിക്കണമേ. നിന്റെ നാമത്തിൽ ശക്തിയുണ്ട്, നിന്റെ നാമത്തിൽ മഹത്വമുണ്ട്, നിന്റെ നാമത്തിൽ ശുദ്ധീകരണമുണ്ട്, നിന്റെ നാമത്തിൽ വിടുതലുണ്ട് കർത്താവേ. എല്ലാ വ്യക്തികളെയും നസറേയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതൽ ചെയ്യുകയാണ്. എല്ലാ ദുഷ്ടന്റെ പ്രവൃത്തികളെയും ഇവിടെ നിന്ന് അഴിച്ചു കളയുകയാണ്. എല്ലാ രോഗങ്ങളുടെ മേലും നീ വഹിച്ചതായ അടിപ്പിണരുകളാൽ ഉള്ളതായ സൗഖ്യത്തെ അയക്കുകയാണ് കർത്താവേ. നിന്റെ നാമത്തിലുള്ള ശക്തി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കണമേ. ഞങ്ങൾക്ക് ജയം നൽകണമേ കർത്താവേ. നിന്റെ വരവ് താമസിക്കുന്നു എങ്കിൽ വീണ്ടും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ കണ്ടുമുട്ടുന്നതിനായി, അല്ലെങ്കിൽ നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി നിത്യവും നിന്നോടൊപ്പം വസിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ